സുവിശേഷത്തിൻ തീതെളിച്ചം ആത്മാർപ്പണം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന മന്ന മന്ന. അലിഞ്ഞു നിന്നോടു ചേരാൻ അപ്പമായി ഞാൻ വരുന്നുള്ളിൽ. അലിഞ്ഞു നിന്നോടു ചേരാൻ അപ്പമായി ഞാൻ വരുന്നുള്ളിൽ. സക്രാരിയായി നീ മാറിടുന്നു. നിൻ ആലയമാകുന്നു. അലിഞ്ഞു നിന്നോടു ചേരാൻ അപ്പമായി ഞാൻ വരുന്നുള്ളിൽ. കണ്ണുകളായി മാറിടേണം. നിൻ കണ്ണുകളാൽ ഞാൻ കണ്ടിടേണം. ഇനി നീ എൻ കാതുകളായി മാറിടേണം. നിൻ കാതുകളാൽ ഞാൻ കേട്ടിടേണം. കരയുന്ന കണ്ണുകൾ തുടച്ചിടാനായി കരമായി നിൻ കരം മാറിടേണം. നീയൊരു ക്രിസ്തുവായി മാറിടേണം. അലിഞ്ഞു നിന്നോടു ചേരാൻ അപ്പമായി ഞാൻ വരുന്നുള്ളിൽ. അലിഞ്ഞു നിന്നോടു ചേരാൻ അപ്പമായി ഞാൻ വരുന്നുള്ളിൽ.
ഹൃദയത്തെ അറിഞ്ഞിടേണം. നിൻ ചെയ്തികളാൽ ഞാൻ ജീവിക്കണം. ഇനി ജീവിതമെന്നാൽ സ്നേഹം മാത്രം. സ്നേഹിക്ക എന്നാൽ ജീർണിക്കണം. തളരുന്ന മനുജനു താങ്ങായി നീയെന്നും തുണയേകി കൂടെ നിന്നിടേണം. നീ ഒരു സ്നേഹമായി മാറിടേണം. അലിഞ്ഞു നിന്നോടു ചേരാ അപ്പമായി ഞാൻ വരുന്നുള്ളിൽ. അലിഞ്ഞു നിന്നോടു ചേരാ അപ്പമായി ഞാൻ വരുന്നുള്ളിൽ. സക്രാരിയായി നീ മാറിടുന്നു. നിൻ ശരീരമെൻ ആലയമാകുന്നു. അലിഞ്ഞു നിന്നോടു ചേരാ അപ്പമായി ഞാൻ വരുന്നുള്ളിൽ. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കരുണയും കൃപയും വർഷിക്കപ്പെടുന്ന നമ്മുടെ ഭവനങ്ങളെക്കുറിച്ചുള്ള, നാം ഓരോരുത്തരും അംഗമായിരിക്കുന്ന നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളുമായിട്ട് ഇന്നത്തെ തിരുവചന വിചിന്തനത്തെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാം. തിരുസഭ 2 വർഷങ്ങളിലായിട്ട് കുടുംബങ്ങളെക്കുറിച്ചുള്ള പരിചിന്തനങ്ങൾ നടത്തിയത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. 2 സിനഡുകൾ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ നേതൃത്വത്തിൽ സഭ ഒന്നു ചേർന്ന് നടത്തിയപ്പോൾ സഭയിലെ കുടുംബങ്ങളുടെ സുസ്ഥിതിയെക്കുറിച്ച് ഉള്ള വിചിന്തനങ്ങൾ ക്രോഡീകരിച്ച് സിനഡ് അനന്തര അപ്പസ്തോലിക ആഹ്വാനമായി എഴുതി വയ്ക്കുകയുണ്ടായി. ഈ സിനഡ് അനന്തര അപ്പസ്തോലിക ആഹ്വാനത്തിൻ്റെ പേര് വളരെ ശ്രദ്ധേയമാണ്. അമോരിസ് ലത്തീഷ്യ അഥവാ മലയാളത്തിൽ സ്നേഹത്തിൻ്റെ ആനന്ദമെന്നാണ് അതിൻ്റെ പേര് നൽകിയിരിക്കുന്നത്. വളരെ ശ്രദ്ധേയമാണ് ഈ പേര് തന്നെ. കുടുംബം സ്നേഹത്തിൻ്റെ ഇടമാകണമെന്നും അതിലുപരി ഈ സ്നേഹം ആനന്ദത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മെ ഓരോരുത്തരെയും ആനയിക്കണമെന്നും ഈ തലക്കെട്ട് തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഭയാകുന്ന അമ്മ തൻ്റെ മക്കളുടെ കുടുംബങ്ങളെക്കുറിച്ച് വളരെ ശ്രദ്ധേയമായി പഠിക്കുകയും ലോകമെമ്പാടുമുള്ള സഭയുടെ തനയരുടെ കുടുംബസ്ഥിതിയെക്കുറിച്ചുള്ള ഒരു കണക്കെടുപ്പ് തന്നെ നടത്തുകയും ചെയ്തതിന് ശേഷം സഭയുടെ തലവന്മാർ ഒന്നു ചേർന്നിരുന്ന് പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഈ ലേഖനത്തിൽ, ഈ പുസ്തകത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. സ്നേഹത്തിൻ്റെ ആനന്ദമെന്ന ലേഖനത്തിൽ നമ്മൾ 1-ാമത്തെ അധ്യായം തന്നെ വായിക്കുക ഒരു ദൈവവചന വിചിന്തനമാണ്. കുടുംബങ്ങളുടെ കഥ പറയുന്ന പുസ്തകമാണ് ബൈബിൾ. ആദ്യ താള് തൊട്ട് അവസാന താളുവരെ കുടുംബങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് തിരുസഭയിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും. ദൈവവചനത്തിൻ്റെ താളുകളിൽ എഴുതി വച്ചിരിക്കുന്ന ഈ കുടുംബത്തിൻ്റെ നേർക്കാഴ്ചകളിലൂടെ നാം പലതവണ യാത്ര ചെയ്തിട്ടുള്ളതാണ്. എന്താണ് ഈ അപ്പസ്തോലിക ആഹ്വാനത്തിൻ്റെ 1-ാം അധ്യായം പങ്കുവയ്ക്കുന്ന കുടുംബത്തിൻ്റെ ചിത്രം? 128-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 1 മുതലുള്ള തിരുവചനങ്ങളിൽ ഇതൾ വിരിയുന്ന ഒരു കുടുംബത്തിൻ്റെ ചിത്രമാണ് നമ്മളവിടെ വായിച്ചെടുക്കുക. ഒരു കുടുംബത്തിലെ അപ്പൻ ആരാകണം, ഒരു കുടുംബത്തിലെ അമ്മ എങ്ങനെയായിരിക്കണം, ഒരു കുടുംബത്തിലെ മക്കൾ തങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ പെരുമാറ്റ ശൈലികളിലൂടെ കടന്നു പോകണം,
അല്ലെങ്കിൽ കുടുംബത്തിൽ മക്കൾ എങ്ങനെ വളർത്തപ്പെടണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഈ തിരുവചനത്തിന് പങ്കുവയ്ക്കാനുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം അപ്പോസ്തോലിക ആഹ്വാനത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആനന്ദം എന്ന ഈ പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ തന്നെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഈ 128-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വചനങ്ങളെ വിശകലനം ചെയ്യുക. 1-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: ഒരു കുടുംബനാഥൻ ദൈവത്തെ ഭയപ്പെടുന്നവനായിരിക്കണം, ദൈവ വഴിയിലൂടെ നടക്കുന്നവനായിരിക്കണം, കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നവനായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ച് നമ്മൾ ഈ വചനം ഒരിക്കൽ കൂടി മനസ്സിലാക്കുകയാണെങ്കിൽ 3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. ഒരു കുടുംബനാഥൻ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട 3 കാര്യങ്ങൾ: അവൻ ദൈവ ഭയമുള്ള വ്യക്തിയായിരിക്കണം, അവൻ ദൈവ വഴിയിലൂടെ നടക്കുന്ന വ്യക്തിയായിരിക്കണം, മൂന്നാമതായിട്ട് ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് അധ്വാനിക്കുന്ന, അതിൻ്റെ നന്മ ആസ്വദിക്കുന്ന വ്യക്തിയായിരിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബത്തിൽ ഒരപ്പൻ ദൈവഭയമുള്ളവനാകണമെന്ന് പറയുമ്പോൾ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? എന്താണ് ദൈവഭയം? ദൈവഭയം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഞാനും നിങ്ങളുമൊക്കെ പറയുന്ന കാര്യം ദൈവ തിരുസന്നിധിയിൽ വിനീത വിധേയരായി കൈകൂപ്പി കണ്ണുകൾ അടച്ച് നിൽക്കുന്നതാണ് എന്നായിരിക്കാം. ദൈവഭയത്തെ ദൈവഭക്തിയുമായിട്ട് കൂട്ടിച്ചേർത്ത് വയ്ക്കുവാനാണ് നമുക്ക് എപ്പോഴും താല്പര്യം. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണം, ഒരപ്പൻ കുടുംബത്തിൽ ദൈവ ഭയമുള്ള വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ കേവലം ബാഹ്യ പ്രകടനങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, കേവലം ബാഹ്യ പ്രവർത്തികളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ദൈവഭയം അല്ലെങ്കിൽ ദൈവഭക്തി. ദൈവഭയം എന്താണ് എന്ന് ദൈവഭക്തിയോട് ചേർത്ത് വെച്ച് നാം ചിന്തിക്കുമ്പോൾ ദൈവവചനം നമുക്ക് ചില കാഴ്ചപ്പാടുകൾ നൽകുകയാണ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 27-ാമത്തെ വചനം നമുക്ക് ചില പുതിയ കാഴ്ചപ്പാടുകൾ ഈ വിഷയത്തെക്കുറിച്ച് നൽകുകയാണ്. ദൈവപിതാവിൻ്റെ സന്നിധിയിൽ എന്താണ് യഥാർത്ഥമായ ഭക്തി എന്ന് ഈ വചനം പറഞ്ഞു തരും. 2 കാര്യങ്ങളാണ് ഈ വചനത്തിൽ പറഞ്ഞു വയ്ക്കുക. 1, അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക. 2, ലോകത്തിൻ്റെ കളങ്കമേശാതെ തന്നെ കാത്തു സൂക്ഷിക്കുക. 2 കാര്യങ്ങൾ. 1, ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ യഥാർത്ഥമായ ഭക്തി എന്ന് പറയുന്നത് അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുകയാണ്. പിതാവായ ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമായ ഭക്തിയുടെ 2-ാമത്തെ തലം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ ലോകത്തിൻ്റെ കളങ്കമേശാതെ കാത്തു സൂക്ഷിക്കുക എന്നതുമാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ 2-ാമത്തെ മേഖല നമുക്ക് ഒരുപാട് ശ്രദ്ധിക്കുന്നതാണ്. ദൈവവചനം ശ്രവിക്കുവാൻ വേണ്ടി ധ്യാന കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ നാം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവവചനം ശ്രവിച്ച് മാനസാന്തരപ്പെടുവാൻ വേണ്ടിയിട്ട് വിശുദ്ധ കുമ്പസാരം പോലെയുള്ള കൂദാശകളിലേക്ക് കടന്നു നിൽക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ജീവിതത്തിൽ നല്ല ഒരു കുടുംബത്തിൻ്റെ നാഥൻ എന്ന നിലയിൽ ലോകത്തിൻ്റെ കളങ്കമേശാതെ തന്നെ കാത്തു സൂക്ഷിക്കുവാൻ ഒരപ്പൻ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ നാം സുരക്ഷിതരാണ്. യഥാർത്ഥമായ ഭക്തി, യഥാർത്ഥമായ ദൈവഭയം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് പറയുവാൻ നമുക്ക് കഴിയും. എന്നാൽ ഒന്നാമത് നാം പറഞ്ഞു വെച്ച കാര്യം, പിതാവായ ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമായ ദൈവഭക്തി ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ശ്ലീഹ ഓർമ്മിപ്പിച്ച 1-ാമത്തെ കാര്യം, അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമൊക്കെ ഈ മേഖലയിൽ ഒരുപാട് ശ്രദ്ധിക്കുന്നവരാണ്. അനാഥരായിട്ടുള്ളവരെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ നമ്മുടെ സമ്പത്തിൻ്റെ 1% കൊടുക്കുവാൻ നമുക്ക് മടിയില്ല. പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പുവാൻ, പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായോ ശാരീരികമായോ സമയം കൊണ്ടോ കഴിവ് കൊണ്ടോ ഒക്കെയുള്ള സഹായം നൽകുവാൻ നമ്മളാരും മടി കാണിക്കുന്നില്ല. അതുകൊണ്ട് നാം എല്ലാവരും നല്ല ദൈവഭക്തരാണ് എന്ന് പറഞ്ഞു വയ്ക്കാൻ നമുക്ക് കഴിയും. പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പുവാൻ വേണ്ടിയിട്ട് വരുമാനത്തിൻ്റെ 1% കൃത്യമായി എത്തിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു നിമിഷം നാം ഒന്ന് ചിന്തിക്കണം. നമ്മുടെ ഭവനങ്ങളിൽ അനാഥരുണ്ടോ? നമ്മുടെ ഭവനങ്ങളിൽ വിധവകളുണ്ടോ?
നമ്മുടെ ഭവനങ്ങളിൽ വിഭാര്യരായിരിക്കുന്നവരുണ്ടോ? നമ്മുടെ ഭവനങ്ങളിൽ വിധവകളായിരിക്കുന്നവരുണ്ടോ? വൈധവ്യം ആധുനിക സമ്പർക്ക മാധ്യമങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ സൃഷ്ടിക്കുന്നുണ്ട്. ഒരു ഭർത്താവ് അവൻ്റെ മൊബൈലുമായി മുഴുവൻ സമയം സമ്പർക്കത്തിലായിരിക്കുമ്പോൾ ഒരുപക്ഷെ ആരും കേൾക്കുവാൻ ഇല്ലാതെ, ആരും ശ്രമിക്കുവാൻ ഇല്ലാതെ കുടുംബത്തിൽ കഴിയേണ്ടി വരുന്ന വ്യക്തികളുണ്ടായിരിക്കാം. മക്കളോ ഭാര്യയോ വാർദ്ധക്യം അനുഭവിക്കുന്ന മാതാപിതാക്കളോ ഒക്കെ ആ ഗണത്തിൽപ്പെടും. ഒരു കുടുംബത്തിൽ തനിക്ക് കിട്ടിയ TV-യുടെ മുമ്പിൽ കുറേയധികം സമയമെങ്കിലും ചെലവഴിക്കേണ്ടി വരുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ വിഭാര്യനായി തീർന്ന ഒരു ഭർത്താവിനെ സൃഷ്ടിക്കുവാൻ ഒരു വീട്ടമ്മയ്ക്ക് കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ആധുനിക കാലഘട്ടത്തിൽ വിവരസാങ്കേതിക വിദ്യകളുടെ ഉപയോഗം നമ്മളെ അടിമത്തത്തിലേക്ക് നയിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലാണ് അനാഥർ സൃഷ്ടിക്കപ്പെടുന്നത്. നമ്മുടെ കുടുംബങ്ങളിലാണ് വിധവകൾ ജന്മമെടുക്കുന്നത്. നമ്മുടെ മക്കൾ അനാഥരായി പോവുകയാണ്. ഞങ്ങളെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് പറയുന്ന മക്കളുടെ എണ്ണം കൂടി വരുമ്പോൾ, ഞങ്ങളെ മനസ്സിലാക്കുവാൻ ആരുമില്ല എന്ന് പറയുന്ന ഭാര്യമാരുടെയും കുടുംബനാഥന്മാരുടെയും എണ്ണം കൂടി വരുമ്പോൾ ഓർക്കണം, നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് സൈബർ വൈധവ്യങ്ങൾ ജന്മമെടുക്കുകയാണ്. അപ്പോൾ ഒരു കുടുംബത്തിലെ കുടുംബനാഥൻ ദൈവത്തെ ഭയപ്പെടുന്നവനാണ് എന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ കുടുംബത്തിൽ അനാഥത്വം സൃഷ്ടിക്കാത്തവനാണോ, വൈധവ്യം സൃഷ്ടിക്കാത്തവനാണോ എന്ന് വിശകലനം ചെയ്ത് ജീവിതം പരിവർത്തനത്തിന്, മാനസാന്തരത്തിന് വിധേയപ്പെടുത്തിക്കൊണ്ടാണ് തീരുമാനിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമതായിട്ടൊരു കുടുംബനാഥൻ കുടുംബത്തിൽ ദൈവ വഴിയെ നടക്കുന്നവനാകണം എന്നാണ് പറയുക. ദൈവ വഴിയെ നടക്കുക. ബൈബിളിൽ 2 മനോഹരമായ സംഭവങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഒന്ന് നോഹയുടെ ജീവിതമാണ്. നോഹ കുടുംബത്തിൽ ദൈവഭയമുള്ള വ്യക്തിയായിട്ട് ജീവിക്കുന്ന അവസ്ഥയിൽ ദൈവം കൊടുക്കുന്ന അരുളപ്പാട് അവൻ അക്ഷരം പ്രതി അനുസരിക്കുകയും പെട്ടകം പണിയാൻ അവനോട് ആവശ്യപ്പെടുമ്പോൾ ചുറ്റുപാടുകളിലെ പരിഹാസങ്ങൾ വകവയ്ക്കാതെ, ചുറ്റുപാടുകളിലെ കുറ്റപ്പെടുത്തലുകളോ കൂക്കുവിളികളോ പരിഗണിക്കാതെ അവനൊരു പേടകം നിർമ്മിക്കുകയാണ്. അതിൽ അവൻ മാത്രമല്ല കയറിയിരുന്നത് എന്ന് നാം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവൻ്റെ കുടുംബം മുഴുവനും ആ പേടകത്തിൻ്റെ ഉള്ളിൽ കയറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബനാഥൻ കുടുംബത്തിന് വേണ്ടിയിട്ട് ദൈവഭയത്തിൽ ജീവിക്കുവാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ, ദൈവം കൊടുക്കുന്ന അരുളപ്പാടുകളുടെ വഴിയെ യാത്ര ചെയ്യുമ്പോൾ അവൻ മാത്രമല്ല രക്ഷിക്കപ്പെടുക, അവനോടൊപ്പം അവൻ്റെ കുടുംബം മുഴുവനും രക്ഷിക്കപ്പെടുകയാണ്. അവൻ വഴി അവൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കുകയാണ്. ജോസഫ് പുതിയ നിയമത്തിൽ ദൈവ വഴിയെ നടക്കുവാൻ താല്പര്യമെടുത്ത വ്യക്തിയാണ്. ദൈവം സ്വപ്നത്തിൽ അരുൾ ചെയ്തതെല്ലാം ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ അവൻ തയ്യാറാകുമ്പോൾ മറിയവും ഉണ്ണിയേശുവും സുരക്ഷിതരായി യാത്ര ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഒരു കുടുംബനാഥൻ ദൈവ വഴിയെ നടക്കുമ്പോൾ അവൻ കുടുംബത്തിന് മുഴുവൻ രക്ഷപ്രദാനം ചെയ്യുന്ന വ്യക്തിയായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായിട്ടൊരു കുടുംബനാഥൻ്റെ പ്രത്യേകത ഈ വചനഭാഗം പറയുന്നത് അവൻ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കണമെന്ന്. എല്ലാവരും കുടുംബത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നവരാണ്. ശാരീരികമായ അധ്വാനത്തിൻ്റെ മേഖലയിൽ വലിയ കുറവൊന്നും ആരും വരുത്തുന്നില്ല. എന്നാൽ ഈ സമയം നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയമുണ്ട്. ആധ്യാത്മികമായി കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ കുടുംബനാഥൻ തയ്യാറാണ്. നീയും മക്കളും പ്രാർത്ഥിച്ചോ, ഞാൻ വരുമ്പോൾ വൈകുമെന്ന് പറയുന്ന കുടുംബനാഥനായി, കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാത്ത കുടുംബനാഥനായി നമ്മൾ മാറുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കണം. നിങ്ങൾ പള്ളിയിൽ കയറിക്കോ, ഞാൻ പള്ളിയുടെ പുറത്ത് മുറ്റത്തിരുന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് വിഷയങ്ങളുണ്ട് എന്ന് പറഞ്ഞ് വെറും ചർച്ച നടത്തുന്ന വ്യക്തിയായി മാത്രം മാറുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. ഞായറാഴ്ച ആചരണങ്ങൾ പലപ്പോഴും അങ്ങനെയാകുന്നത് നമ്മുടെയൊക്കെ ദേവാലയ പരിസരങ്ങളിൽ കാണുവാൻ ഇടയാകുമ്പോൾ കുടുംബനാഥൻ കുടുംബത്തിൽ ആധ്യാത്മിക മേഖലയിൽ അല്പവും കൂടി അധ്വാനിക്കണ്ടേ എന്ന് ചിന്തിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബനാഥന്മാർ ആധ്യാത്മിക മേഖലകളിൽ അല്പവും കൂടി താല്പര്യമുള്ള വ്യക്തികളായി മാറേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തിലെ കുടുംബ പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ, നമ്മുടെ ദേവാലയത്തിലെ പ്രാർത്ഥനകളിൽ, വിശുദ്ധ ബലി അർപ്പണങ്ങളുടെ നിമിഷങ്ങളിൽ മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള വ്യക്തിയായി ദേവാലയത്തിലേക്ക് കടന്നു വരുവാനൊക്കെ ശ്രദ്ധിക്കുമ്പോൾ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന കുടുംബനാഥനായി നമ്മൾ ഓരോരുത്തരും മാറുമെന്ന് തിരിച്ചറിയുക.
അപ്പോൾ ഒരു കുടുംബനാഥൻ്റെ ചിത്രം വളരെ വ്യക്തമാണ്. അവൻ ദൈവത്തെ ഭയപ്പെടണം, ദൈവ വഴിയിലൂടെ നടക്കണം, കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കണം. തുടർന്ന് വചനം പറയുക ഒരമ്മ എങ്ങനെയായിരിക്കണമെന്ന്. ഒരമ്മ എങ്ങനെയായിരിക്കണമെന്നതിന് വളരെ എളുപ്പത്തിൽ വചനം പറയുകയാണ്. അവൾ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളി പോലെ ആയിരിക്കണം. വളരെ രസകരമായി തോന്നാവുന്ന ഒരു വചനമാണത്. ഒരു സ്ത്രീ, ഒരമ്മ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകണം. ഒന്നാമതായിട്ട് മുന്തിരിവള്ളിയാകണമെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. എന്നാൽ അതിനൊരു വിശേഷണമുണ്ട്, വിളവുള്ള മുന്തിരിവള്ളിയാകണം. പ്രിയമുള്ളവരെ, ഒരു വീട്ടിലെ ഒരമ്മ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുവാൻ സന്മനസ്സുള്ള വ്യക്തിയാകും. ദൈവം ദാനമായി നൽകുന്ന, സമ്മാനമായി നൽകുന്ന കുഞ്ഞുങ്ങളെ തങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷത്തോടു കൂടി ഏറ്റുവാങ്ങുവാൻ സമ്മതം മൂളുന്ന വ്യക്തിയായിട്ട് അവൾ മാറേണ്ടതുണ്ട്. ആഹാരമുണ്ടാക്കി കൊടുക്കുന്നതോടൊപ്പം കുഞ്ഞുങ്ങളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്ന വീട്ടിലുള്ള അമ്മമാർ, കുടുംബത്തിൽ മക്കളോടൊപ്പമായിരിക്കുന്ന കൂടുതൽ സമയം ചെലവഴിക്കുന്നവർ ധാർമ്മികമായ മൂല്യങ്ങൾ, സത്യവും നീതിയും മറ്റ് മൂല്യങ്ങളുമൊക്കെ പകർന്നു കൊടുക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാകും. സത്യവും നീതിയും ധാർമ്മികതയും നഷ്ടപ്പെട്ട ഒരു സമൂഹം നമുക്ക് ചുറ്റും വളർന്നു വരുന്നുവെന്ന് നമ്മൾ വിലപിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നല്ല ഫലങ്ങൾ, സത്യത്തിൻ്റെയും നീതിയുടെയും നന്മകളുടെയും ഒക്കെ ഫലങ്ങൾ, ആത്മീയതയുടെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി കുടുംബത്തിൽ നിലകൊള്ളേണ്ടവരാണ് അമ്മമാർ. ഉത്തമയായ ഒരു ഭാര്യ കുടുംബത്തിൽ മുന്തിരിവള്ളി പോലെ ആകണമെന്ന് വചനം തുടർന്ന് ഓർമ്മിപ്പിക്കുക. മുന്തിരിവള്ളിയുടെ 1-2 പ്രത്യേകതകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, മുന്തിരിവള്ളി സ്വന്തമായിട്ട് ഒരു തെങ്ങ് വളരുന്നത് പോലെ വളരുകയില്ല എന്ന് തിരിച്ചറിയാം. അത് പടർന്നു കയറുകയാണ്. വള്ളി വീശുന്ന പലതരം ചെടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പല കൃഷികളിലൊക്കെ വ്യാപൃതരാകുന്നവർ വള്ളി പടർന്നു കയറുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മുന്തിരിത്തോട്ടത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം, മുന്തിരി ചെടി പടർന്ന് കയറുകയാണ്, വശങ്ങളിലേക്ക് പടർന്നു കയറുകയാണ്. ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന, സംരക്ഷിക്കുന്ന വ്യക്തിയായിരിക്കണം ഒരു കുടുംബനാഥ. കുടുംബത്തിൽ ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട്, ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ട്, ബന്ധങ്ങളുടെ ഊഷ്മളത കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഈ വീട്ടമ്മയ്ക്ക്, ഒരു ഭാര്യയ്ക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിലെ ഭർത്താവിനോട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയുമോ എന്ന് ചിന്തിച്ചു നോക്കുക. ഭർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാകുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. ആധുനിക കാലഘട്ടത്തിൽ എനിക്ക് എൻ്റേതായ വരുമാന മാർഗവും എനിക്ക് എൻ്റേതായ സമ്പത്തും എനിക്ക് എൻ്റേതായ ശൈലികളുമൊക്കെ ഉള്ളപ്പോൾ ഭർത്താവിനെ ആശ്രയിക്കേണ്ടതില്ല എന്ന് ആധുനിക സ്ത്രീപക്ഷവാദ ചിന്താഗതികളോട് ചേർന്ന് നിന്നൊക്കെ ചിന്തിക്കുവാനും അതിനെ പിന്തുണയ്ക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. ആധുനിക കുടുംബങ്ങളുടെ ശൈഥില്യങ്ങൾക്ക് കാരണമായി എടുത്തു പറയപ്പെടുന്നതും പലപ്പോഴും അതുതന്നെയാണ്. വിധേയത്വം നഷ്ടപ്പെട്ടവരായി, ബന്ധം നഷ്ടപ്പെട്ടവരായി പലപ്പോഴും ജീവിച്ചു പോകുന്നു. കുടുംബത്തിലെ മറ്റു വ്യക്തികളോട്, എൻ്റെ ഭർത്താവിൻ്റെ അമ്മയോട്, എൻ്റെ ഭർത്താവിൻ്റെ അപ്പനോട് ബന്ധം പുലർത്തുവാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും എന്ന് പറഞ്ഞ് എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാനാണോ ഞാൻ പലപ്പോഴും ശ്രമിക്കുന്നത്? ഓരോ അമ്മമാരും ഇരുന്ന് ചിന്തിക്കേണ്ട വിഷയമാണിത്. കുടുംബത്തിൽ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? റൂത്തിൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, റൂത്ത് അമ്മായിമ്മയായ നവോമിയോട് ചേർന്ന് നിൽക്കുന്നിടത്ത് അവൾ കുടുംബ ജീവിതത്തിൽ ഒരു വിജയമായി മാറുകയാണ്. നവോമിയോടൊപ്പം യാത്ര ചെയ്യുന്ന റൂത്താണ് രക്ഷകൻ്റെ വംശാവലിയിൽ ഇടം നേടുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നല്ല ബന്ധങ്ങൾ നമ്മുടെ കുടുംബത്തിലുള്ളവരുമായിട്ട്, നമ്മളുടെ ഭർത്താവിൻ്റെ സഹോദരിമാരുമായിട്ട്, നമ്മുടെ കുടുംബത്തിലെ ഭർത്താവിൻ്റെ സഹോദരന്മാരുമായിട്ടൊക്കെ വളർത്തിയെടുക്കുവാനുള്ള വലിയ ഒരു റോള് വീട്ടമ്മമാർക്കുണ്ട് എന്ന് തിരിച്ചറിയാം. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കണം, മുന്തിരിവള്ളി അത് പന്തൽ പോലെ പടർന്നു കയറുകയാണ്. അതിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ നല്ല തണുപ്പും തണലും നമുക്ക് അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ജീവിതത്തിൻ്റെ പല പരിസരങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന കുടുംബ അംഗങ്ങൾക്ക് അത്താണിയാകേണ്ടവളാണ് കുടുംബനാഥ എന്ന് വചനം പറയുകയാണ്. പല വഴികളിലൂടെ ഒരുപക്ഷെ കുട്ടികൾ പരാജിതരാകാം, പരീക്ഷയിൽ കളിയിൽ അവർ പരാജിതരാകാം, ഭർത്താവ് ബിസിനസ്സിൽ പരാജിതനാകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ കുടുംബജീവിതത്തിൻ്റെ പല മേഖലകളിലൂടെ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ ഏറ്റെടുക്കേണ്ടി വരുന്ന നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ, നിഷേധാത്മകമായ അനുഭവങ്ങൾ പേറേണ്ടി വരുന്നവരാണ് കുടുംബത്തിലുള്ളവർ.
അവരെയൊക്കെ സമാശ്വസിപ്പിക്കുവാനും അവരെയൊക്കെ പ്രതീക്ഷയിലേക്ക് കൈപിടിച്ചുയർത്തുവാനും ഒക്കെയുള്ള ഉത്തരവാദിത്വം കുടുംബത്തിലെ കുടുംബനാഥയ്ക്കുണ്ട് എന്ന് ഓർമ്മിക്കുക. മക്കൾ നിരാശരായി വന്നിരിക്കുമ്പോൾ അവരുടെ പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയിട്ട് അമ്മമാർക്ക് കഴിയുന്നെങ്കിൽ ഒരമ്മ വിജയമായി മാറുകയാണ്. കുറ്റപ്പെടുത്തലിൻ്റെ വാക്കുകളല്ല, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ജീവിതം നമുക്ക് സാധ്യമാകുമെന്ന് പറഞ്ഞ് ഭർത്താവിനോടൊപ്പം ജീവിതത്തിൻ്റെ തകർച്ചയിൽ ചേർന്ന് നിൽക്കുന്ന സ്ത്രീയാകുന്നതിലൂടെയാണ് കുടുംബജീവിതത്തിൽ ഒരു നല്ല അമ്മയായി, ഒരു നല്ല സ്ത്രീയായി അവൾക്ക് രൂപാന്തരപ്പെടുവാൻ വേണ്ടിയിട്ട് കഴിയുക എന്ന് വചനം പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വീട്ടിലെ മുന്തിരിവള്ളിയാണ്, വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാണ് ഒരു അമ്മ എന്ന് വചനം പറഞ്ഞു വയ്ക്കുന്നു. മൂന്നാമത് മക്കളെക്കുറിച്ചുള്ള പരാമർശമാണ്. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്ത് മുളകൾ പോലെ ആയിരിക്കുമെന്ന് വചനം പറയുന്നു. ഒരു കുടുംബത്തിലെ മക്കളുടെ അവസ്ഥ എന്തായിരിക്കണം? അവരെ സ്വാതന്ത്ര്യത്തിൽ, ഉത്തരവാദിത്വ ബോധത്തിൽ വളർത്തുവാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾക്ക് കഴിയണമെന്നാണ് ഇവിടെ വചനം പറഞ്ഞു വയ്ക്കുക. ഒലിവ് മരത്തിൻ്റെ ശാഖയെന്നല്ല, ഒലിവ് മരത്തിൻ്റെ തൈകൾ എന്നാണ് കുഞ്ഞുങ്ങളെ വചനത്തിൽ വിശേഷിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഭവനത്തിലെ മക്കൾക്ക് വേണമെങ്കിൽ ശാഖകളായി ജീവിതകാലം മുഴുവൻ നിൽക്കാൻ സാധിക്കും. വെട്ടി മാറ്റിയിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകുമെന്നതാണ് ഒരു ശാഖയുടെ പരിമിതി. എന്നാൽ ഒരു തൈ അത് ഒരു സ്ഥലത്ത് നിന്ന് പറിച്ച് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി നടപ്പെട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവുകയല്ല, 4 നാൾ കൊണ്ടത് നാമ്പെടുക്കാൻ തുടങ്ങുമെന്നതാണ് അതിൻ്റെ പ്രത്യേകത. ശ്രദ്ധിക്കണം, മക്കളെ ശാഖകളായിട്ടാണോ നാം വളർത്തുന്നത്, അതോ ചെടികളായിട്ടാണോ, തൈകളായിട്ടാണോ വളർത്തുന്നത്? കുടുംബജീവിതത്തിൻ്റെ പല അന്തരീക്ഷങ്ങളിൽ പറിച്ചു മാറ്റപ്പെടലുകളിലേക്ക് മക്കൾ പോകും. ജീവിതം ഒരു പരാജയമായി പോകാതിരിക്കണമെങ്കിൽ മക്കളെ ശാഖകളായി വളർത്താതിരിക്കുക. ശാഖ പോലെ വളർത്തുന്നവർ വെട്ടിമാറ്റപ്പെടുമ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ വലുതാണ്. എന്നാൽ തൈകളായി അവരെ വളർത്തുമ്പോൾ, സ്വാതന്ത്ര്യം കൊടുത്ത് അത് ഉത്തരവാദിത്തോടു കൂടി ഉപയോഗിക്കാൻ പഠിപ്പിച്ച് വളർത്തുമ്പോൾ നമ്മുടെ മക്കൾ ഒരു വിജയമായി മാറുമെന്നതിൽ സംശയമൊന്നുമില്ല. മക്കളെ ശാഖകളായി വളർത്തുന്ന മാതാപിതാക്കൾ അവരെ അപകടത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് സ്വാതന്ത്ര്യം കൊടുത്ത് അത് ഉത്തരവാദിത്വത്തോടുകൂടി വിനിയോഗിക്കുവാൻ വേണ്ടി പഠിപ്പിക്കുക എന്നതാണ് വചനം നിഷ്കർഷിക്കുന്നത്. ഒരു കുടുംബത്തിലെ മക്കൾ കുടുംബത്തിലുള്ള മാതാപിതാക്കളോട് എങ്ങനെ ബന്ധം പുലർത്തണം എന്നതാണ് വചനത്തിൻ്റെ ആദ്യ ഭാഗം സൂചിപ്പിക്കുക. മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നവരാവുക. ഭക്ഷണമേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നത് കുടുംബങ്ങളിൽ ഇന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ക്വാളിറ്റി ടൈം നമ്മുടെ കുടുംബങ്ങൾക്ക് കൊടുക്കുവാനില്ലാത്തവരായി നമ്മൾ മാറിയിരിക്കുകയാണ്. എന്താണ് ക്വാളിറ്റി ടൈം? നമ്മുടെ വീട്ടിലെ മൊബൈൽ ഫോൺ ഓഫാകുന്ന സമയം, നമ്മുടെ വീട്ടിലെ TV ഓഫാകുന്ന സമയം, നമ്മൾ ഒന്നിച്ചിരുന്ന് സംവദിക്കുന്ന സമയം, മേശയ്ക്ക് ചുറ്റുമിരിക്കുന്നവരായി ഒന്നിച്ച് പരസ്പരം സംവദിക്കുന്നവരായി മാറുക, പരസ്പരം ആശയവിനിമയം നടത്തുന്നവരായി മാറുക. കുഞ്ഞുങ്ങളോട് ആശയവിനിമയം നടത്തിക്കൊണ്ട് കുടുംബത്തിലെ മക്കളെ വളർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ട് വചനം ആവശ്യപ്പെടുകയാണ്. അങ്ങനെ നല്ല ഒരു ബന്ധം മാതാപിതാക്കളുമായിട്ട് മക്കൾ വളർത്തിയെടുക്കുമ്പോൾ മാത്രമാണ് കുടുംബത്തിൽ നിന്നും അകലങ്ങളിലേക്ക് ജോലി ആവശ്യത്തിനായി പോകേണ്ടി വരുമ്പോഴും ഉപരിപഠനങ്ങൾക്കായി പോകേണ്ടി വരുമ്പോഴും മാതാപിതാക്കളോട് ബന്ധം പുലർത്തുവാൻ മക്കൾക്ക് കഴിയുക. അല്ല എങ്കിൽ മാതാപിതാക്കളെ മറന്ന് ജീവിക്കുന്ന മക്കളായി പോകുവാനുള്ള സാധ്യത വളരെ വലുതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബ ജീവിതത്തിൻ്റെ അന്തരീക്ഷങ്ങളിൽ ഒരു കുടുംബത്തിലെ അപ്പനും അമ്മയും മക്കളും എങ്ങനെയാകണമെന്ന് 128-ാമത്തെ സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ പറയുന്നത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ സ്നേഹത്തിൻ്റെ ആനന്ദം എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ സിനഡ് അനന്തര അപ്പസ്തോലിക ആഹ്വാനത്തിൽ പറഞ്ഞു വയ്ക്കുമ്പോൾ അത് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ
പുതിയ പ്രഭാതം. മന്ന മന്ന